പക്ഷെ കേരളം അറിയണം, ഒരു യുവതിയുടെ മരണത്തിനു പോലും കാരണമായേക്കാവുന്ന മരുന്ന് വിധിച്ച ഒരു നേതാവിൻ്റെ യഥാർത്ഥ മുഖം. ആ പെൺകുട്ടി തുറന്നു പറയുന്നു. പെൺകുട്ടി ഇതിനു മുമ്പും തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ രാഹുൽജി അത് എതിർത്തിട്ടില്ലല്ലോ. പിന്നെ CPM നും BJP ഇന്നലെ ഇതിനകത്ത് ആശങ്ക ആർക്കൊക്കെയാണ്? ഒന്ന് മാധ്യമങ്ങൾ, പിന്നെ CPM നും BJP ഇന്നലെ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകനും, വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ പ്രവർത്തകൻ, ആ മാധ്യമ പ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തൊന്ന് നോക്കിയിട്ട് പറയട്ടെ. പെൺകുട്ടിയുടെ മാനസിക വിഷമം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ ഖേദമുണ്ട്. പക്ഷെ ഭർത്താവല്ലാത്ത മറ്റൊരാൾക്ക് കിടന്നു കൊടുത്തിട്ടല്ലേ? പിടക്കോയിയെ കാണുമ്പോൾ പൂവൻകോയി ഓടി വന്ന് റോട്ടിലിട്ട് പണിയും പോലെ പണിഞ്ഞതല്ലോ. രാഹുൽജി വിളിച്ചു കൊടുത്തേക്ക് പെൺകുട്ടി പോകാൻ നിന്നിട്ടല്ലേ? ഇപ്പം ഇത് വോട്ടാക്കണം. അത് തന്നെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉടനടി അറസ്റ്റ് ചെയ്യുവാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. ആ പെൺകുട്ടി പൊട്ടി പൊട്ടി കരയുകയാണ്, വിങ്ങിക്കരയുകയാണ്. ആ പെൺകുട്ടി പൊട്ടി പൊട്ടി കരയുകയാണ്. ഈ ഡയലോഗ് ഞാൻ എവിടോ പൊട്ടി പൊട്ടി കരയുകയാണ് സുഹൃത്ത്. എന്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല, എന്റെ അനുജൻ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല. മുസ്ലിം ലീഗിന്റെ കൊടി നിലത്ത് വീണപ്പോൾ എന്റെ കൽബ് പൊട്ടി, ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു. എന്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ ഒക്കെ നന്ന്